അൻപത്തിനാലാം വയസ്സിലേക്ക് കടക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലെ അതികായൻ ശ്രീ കെ എം മാണി. നമുക്ക് അനുവദിച്ച അല്പസമയം ചില നർമ്മ സംഭാഷണങ്ങൾ. നമസ്കാരം സാർ. കുഞ്ഞുമാണിയായി കോൺഗ്രസിൽ നിന്ന് തുടങ്ങി 5 പതിറ്റാണ്ട് പിന്നിട്ട് റെക്കോർഡുകളുടെ തോടനായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചു. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പലർക്കും അവകാശപ്പെടാനാകാത്ത അത്രയും റെക്കോർഡുകളുടെ തോഴൻ ഇന്ന് ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ മാണി സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്ന പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പരിതപിക്കാനൊന്നുമില്ല. ഞാൻ വളരെ സംതൃപ്തനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. കിട്ടിയ അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുവാനും നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കർഷക ജനതയ്ക്കൊക്കെ സഹായങ്ങൾ എത്തിക്കാനും രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിൽ ഭാഗവാക്കാകാനും കഴിഞ്ഞു എന്നുള്ളതിലൊരു ചരിതാർത്ഥ്യമുണ്ട്. ഈ ഇത്രയും റെക്കോർഡുകൾ, ഇത്രയും നേട്ടങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് മുഖ്യമന്ത്രി പദം ലഭിക്കാതെ പോയതിൽ അത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ തന്നെ. മാണി സാറിന് അത് എങ്ങനെ നോക്കിക്കാണുന്നു? ഞാനങ്ങനെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ പ്ലാനിട്ട് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു നഷ്ടബോധവും ഇല്ല, അതിനകത്ത് മനപ്രയാസമൊന്നുമില്ല. സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ പിടിച്ചു വാങ്ങിയിട്ടില്ല. കിട്ടേണ്ട സാധനങ്ങൾ വരേണ്ട സമയത്ത് വരും, അത്രയുള്ള കാര്യമുള്ളൂ. അല്ല, എങ്കിലും മാണി സാറിനെ പോലെ ഇത്രയും തലമുതിർന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പദം എന്ന ആ പദം അലങ്കരിക്കാതെ മാറുന്നത് ശരിയല്ലല്ലോ. അല്ല, അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കാരും ദുഃഖമൊന്നുമില്ല. ഇപ്പൊ ഇത്രയും കാലഘട്ടം രാഷ്ട്രീയ ജീവിതത്തിൽ പോയി കഴിഞ്ഞപ്പോഴേ പഴയ കാലഘട്ടത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും പുതിയ കാലഘട്ടത്തിൽ അതിനുണ്ടായൊരു മാറ്റവും അല്ലെ, പണ്ടത്തെ നേതാക്കളെ തമ്മിൽ ഇപ്പോഴത്തെ നേതാക്കൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അന്തരം എങ്ങനെയാണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തും നല്ല സേവന മനോഭാവമുള്ളവരുണ്ട്, ഇപ്പോഴും സേവന മനോഭാവമുള്ളവരുണ്ട്. പക്ഷെ പഴയ കാലത്ത് സേവനത്തിനായിരുന്നു മുൻതൂക്കം. ഇപ്പൊ വന്നിട്ട് കുറച്ച് ഡിറ്റീരിയറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് പബ്ലിസിറ്റിയും കൂടി കൂടുതൽ ഈ പബ്ലിസിറ്റി കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും നന്മയുടെ അല്ല കൂടുതൽ പബ്ലിസിറ്റി വരുന്നു. പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ വലിയ പബ്ലിസിറ്റി, നെഗറ്റീവ് ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിലേ പബ്ലിസിറ്റി ഉള്ളൂ. ഇപ്പൊ നാളെ 1000 പേർക്ക് പുണ്യസ്ഥലങ്ങളിൽ കേരള കോൺഗ്രസ് പുണ്യപ്രവർത്തി ചെയ്യുന്നു. അതിനേക്കാൾ വലിയൊരു പബ്ലിസിറ്റി നെഗറ്റീവ് ഏതെങ്കിലും നാളൊരു സംഭവം ഉണ്ടായാൽ അതിനായിരിക്കും പബ്ലിസിറ്റി, ഇല്ലേ? അപ്പൊ ഈ പബ്ലിസിറ്റി ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് പറയുന്നത് വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മീഡിയയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മീഡിയയിൽ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്നു, ജനങ്ങളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ മീഡിയ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. രണ്ടുപേരും കൂടി ഇങ്ങനെ മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന സേവന അംശം വളരെ കുറയുന്നു എന്നുള്ളതാണ്. പബ്ലിസിറ്റിയുടെ ആഗ്രഹവും അഭിലാഷവും അതിന്റെ അംശവും കൂടി നിൽക്കുന്നത് കൊണ്ട് മൂല്യഗുണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, ഗുണമേന്മയിൽ. ഈ മുമ്പുണ്ടായിരുന്ന നേതാക്കൾ, ഇപ്പോൾ നമ്മുടെ വിട്ടുപിരിഞ്ഞ കെ കരുണാകരൻ ലീഡറായാലും EMS ആയാലും അല്ലെ തലമുതിർന്ന നേതാക്കൾ, അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഇപ്പോൾ? വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം പോയി, എല്ലാം അപജയത്തിലായി എന്നൊരു വിചാരമൊന്നും വേണ്ട. നല്ല രീതിയിൽ രാഷ്ട്രീയം നടത്തുന്ന പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പൊതുവേ ഒരു ഡീഗ്രഡേഷൻ വന്നിരിക്കുന്നത് ഈ മനസ്ഥിതിയിലൊരു വന്നിരിക്കുന്ന ഒരു മാറ്റം വന്നത് പബ്ലിസിറ്റി അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ, ഞാൻ ഉൾപ്പെടെ ആയിരിക്കാം, ഞാൻ ഒരാളെ മാറ്റി നിർത്തി പറയല്ല. അങ്ങനെയുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ആ നന്മയ്ക്ക് വേണ്ടി, നന്മയുടെ കൂടെ നിൽക്കാനോ നന്മയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്യാനോ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് വേണ്ടി. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നമ്മളെ വഴിതെറ്റിക്കും, നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല. അതാണ് അതിന്റെ മൂല്യത്തിൽ വന്നിരിക്കുന്ന കുറവ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ലൈൻ വിട്ടുമാറാൻ പാടില്ല. മൂല്യ അധിഷ്ഠിതമായ രാഷ്ട്രീയം നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. ഇപ്പൊ പല കാലഘട്ടങ്ങളിലായി കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്സ് പല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇരു മുന്നണികൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങനെ നിന്നൊരു സമയത്ത് മാണി സാർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അടുത്ത ഒരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കാനായത് ആരുമായിട്ടായിരിക്കും? അങ്ങനെയില്ല, ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് സൗഹൃദ ബന്ധമാണ്. എവിടെയാണോ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ സൗഹൃദ ബന്ധം സത്യസന്ധമായി
വിശ്വസ്തമായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അല്ല, വ്യക്തിപരമായി പറഞ്ഞാല് കൂട്ടുകാര് അങ്ങനെ പച്ച മലയാളത്തിൽ ചോദിച്ചാൽ വ്യക്തികളെ എങ്ങനെ നമുക്ക് ഇവിടെ വെച്ച് നമ്മള് ഇത് മാർക്കിടണ്ട, അത് ശരിയല്ല. പഴയൊരു കാലഘട്ടത്തെ ഒരു ഓർത്തെടുത്താലേ അന്നത്തെ പാർട്ടി പ്രവർത്തനവും അങ്ങനെയുള്ള ആ കാലഘട്ടവും ഓർത്തെടുത്താലേ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടി പ്രവർത്തന കാലഘട്ടത്തിൽ മറ്റു നേതാക്കളുമായൊക്കെ ഒന്നിച്ചുള്ള പ്രവർത്തനം, അവരുമായുള്ള നയനാരുമായിട്ട് ഞാൻ ഒന്നിച്ചിരുന്നു. ധനകാര്യമന്ത്രി എനിക്ക് വളരെ സന്തോഷം. നയനാര് നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് ആ പാർട്ടിയുടെ ഇതല്ല, നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. വളരെ സൗഹൃദമായിട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അന്ന് നയനാരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വാസത്തോടുകൂടി. എനിക്ക് നയനാരോട് ആദരവായിരുന്നു, നയനാർക്ക് എന്നോട് സ്നേഹമായിരുന്നു. അപ്പൊ അങ്ങനെ വ്യക്തിബന്ധങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ പഴയ ഒരു കാലഘട്ടത്തിലെ ഈ വർഷങ്ങൾക്കിടയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ മനസ്സിൽ തട്ടിയതായി മനസ്സാറിന് തോന്നിയിട്ടുണ്ട്? ഏതെങ്കിലും ഇൻസിഡൻസ് ആകാം, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തട്ടിയ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടാതെ അതിനെ തമസ്കരിക്കുന്ന രംഗങ്ങൾ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഞാൻ 166 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റ് ഹാജരാക്കി. ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം മിച്ച ബഡ്ജറ്റ്. അത് കേട്ടപ്പോൾ പലർക്കും അത്ഭുതം തോന്നി, മിച്ച ബഡ്ജറ്റോ? അപ്പോൾ എന്റെ മിച്ച ബഡ്ജറ്റ് കഴിഞ്ഞ ശ്രീ കരുണാകരൻ ഗവൺമെന്റിലാണ് ഞാൻ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം കരുണാകരൻ കൊച്ചിയിലോട്ട് ചെന്നപ്പോൾ കരുണാകരനോട് ചോദിച്ചു, മാണി ഇത്തവണ മിസ്റ്റർ കരുണാകരൻ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ്, മാണിയുടെ ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റ് അല്ലേ? ആ മിച്ചവുമാകാം കമ്മിയുമാകാം എന്ന് പുള്ളിയൊരു കുസൃതി ഉത്തരം കൊടുത്തു. കരുതിക്കുട്ടിയൊന്നുമല്ല, നമ്മൾ ഉദ്ധരിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒരു കുസൃതി ഉത്തരം. പക്ഷെ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ഞാൻ അപ്പം തുടങ്ങി മാധ്യമങ്ങളെല്ലാം കൂടെ ഇത് കള്ള ബഡ്ജറ്റ്, മാണി മിച്ചം എന്ന് പറഞ്ഞ കള്ളം മിച്ചമൊന്നുമില്ല. അപ്പൊ മാണി എവിടെയെന്ന് പറഞ്ഞ് എന്നെ ക്രൂശിക്കണമെന്നായി എല്ലാവരും. അപ്പൊ ഞാനിത് കേട്ടു. ഇത് കേട്ടിട്ട് ഇതൊരു കുഴപ്പമാണല്ലോ, ഇതിന് സ്ഥിരീകരിക്കണമല്ലോ എന്റെ കണക്കുകൾ. അതുകൊണ്ട് ഞാൻ റിസർവ് ബാങ്ക് ഗവർണറെ പബ്ലിസിറ്റി കൂടാതെ പോയി കണ്ട് എനിക്ക് രേഖ വേണം, ഇന്നതാണ് സാഹചര്യം. കാരണം റിസർവ് ബാങ്കാണ് നമ്മുടെ ട്രഷറിയുടെ അക്കൗണ്ട് എല്ലാം റിസർവ് ബാങ്കിന്റെ കയ്യിലാണ്. ഓരോ ട്രഷറിയിൽ എത്ര മിച്ചമുണ്ട്, എത്ര കമ്മിയുണ്ട്, കേരളത്തിലെ ഇത്രാം തീയതി കേരളത്തിൽ ഇത്ര മിച്ചം, ഇത്ര റിസർവ് ബാങ്കിനറിയും. അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലും ഞാൻ പോയി. അവിടെയും കണ്ട് എനിക്ക് ആധികാരിക രേഖ വേണം. ആ നിലയ്ക്ക് റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് ഞാനൊരു രേഖ വാങ്ങി. സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് രേഖ വാങ്ങി. 985 മാർച്ച് 31 തീയതി കേരളത്തിന്റെ ഖജനാവിൽ 166 കോടി രൂപയുടെ മിച്ചമുണ്ട്. അത് ബോണ്ടായിട്ടും സെക്യൂരിറ്റി ആയിട്ടും ഒക്കെ പല രീതിയിലാണ്. 166 കോടി രൂപയുടെ മിച്ചമുണ്ട്. അപ്പം ആ രേഖ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ആ രേഖയുമായിട്ടാണ് വിമാനം ഇറങ്ങി കേരള നിയമസഭയിലേക്ക് വരുന്നത്. നിയമസഭയിലേക്ക് ഞാൻ വരുമ്പോഴാണ് ചന്ദ്രപ്പൻ നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കള്ള ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് മാണി ഇവിടെ പോയി, മിച്ചം കമ്മി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഊറിച്ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. എന്റെ ഈ പോക്കറ്റ് ഇതുണ്ടോന്നുള്ളത് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ചന്ദ്രപ്പൻ ഇരുന്നപ്പോൾ ഞാൻ എണീറ്റിട്ട് പറഞ്ഞു, പക്ഷേ ചന്ദ്രപ്പൻ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ നീക്കാനായിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോയത്. അത് കഴിഞ്ഞ് വന്നു. ഇതാ ശരിയായ കണക്ക്, എനിക്ക് കിട്ടിയ ആധികാരിക രേഖ റിസർവ് ബാങ്കിന്റെ മേശപ്പുറത്ത് വയ്ക്കുന്നു. 166 കോടി രൂപ മിച്ചം. നിയമസഭ അത്ഭുത ശബ്ദമായി. ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാ. അങ്ങനെ ഒരു വലിയ സന്തോഷം. ഇത് വന്നപ്പോഴത്തേക്കും വലിയ സന്തോഷം. ഞാൻ നല്ല കാര്യം ചെയ്തിട്ട് തെറ്റിദ്ധാരണ വന്നും തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ സങ്കടം. അപ്പൊ ജീവിതത്തിൽ സങ്കടമേത് സന്തോഷമേതെന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനെ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ഹൃദയഭേദകമായി. നല്ലൊരു അംഗീകാരം വന്നു എന്നുള്ളതിന് എല്ലാവരും തെറ്റിദ്ധാരണ മാറ്റി സാർവത്രികമായ അംഗീകാരം വന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം. അല്ല, ഇതിനിടയിലും ഈ തെറ്റിദ്ധാരണ പൂർണ്ണമായി ബോധ്യപ്പെട്ട് ചന്ദ്രപ്പൻ അത് ശരിയാണെന്ന് ആർക്കെങ്കിലും കുറ്റം പറയാനും പോകും. റിസർവ് ബാങ്ക് ഗവർണറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ പിന്നെ അതിനെ ആർക്കെങ്കിലും എതിർക്കാനായിട്ട് പോകും. ചില പ്രതിസന്ധികൾ ഈ ഒരു സമയത്തെത്തി. അതൊരു ചെറിയ വിഷമമായി മനസ്സാറിന് തോന്നിയിട്ടുണ്ടോ ഇതിന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ? അത് പ്രതിസന്ധികൾ, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതിസന്ധി എന്നെ പ്രത്യേകമായി ഒലച്ചിട്ടൊന്നും. പ്രതിസന്ധികളുടെ പ്രതിസന്ധി ഒന്ന് കഴിഞ്ഞാൽ വേറെ പ്രതിസന്ധി, അത് കഴിഞ്ഞാൽ വേറെ പ്രതിസന്ധി,
എല്ലാത്തിനെയും നല്ലതുപോലെ സുധീരമായി ആ പ്രതിസന്ധികളൊക്കെ നേരിടുവാനും അതിജീവിക്കുവാനും കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം. ഈ സമയത്തൊക്കെയും ഈ കുടുംബം, മനസ്സാറിന്റെ കുടുംബത്തിനെ പറ്റി പൊതുവെ എല്ലാവരും പറയാം, എപ്പോഴും മാധ്യമങ്ങളിൽ വരാറുണ്ട്, ഏറെ സപ്പോർട്ട് നൽകിയിരുന്ന ഒരു സമയമാണോ? എന്തായിരുന്നു? എന്റെ ഭാര്യ എപ്പോഴും പരിഭവമോ പരാതിയോ ഒന്നുമില്ല. എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും എനിക്ക് സപ്പോർട്ട് നൽകും. ഏത് കാര്യങ്ങൾക്കും ഞാൻ താമസിച്ചു വന്നാലും ഒരു കുഴപ്പമില്ല. എന്നപ്പോൾ നേരമായിട്ട് പോകും. അതുപോലെ നമ്മളെ പറഞ്ഞു വിടും. അതായത് ഓരോ പരിപാടിക്കൊക്കെ സമയമായില്ലേ, സമയം കളയണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഭാര്യയാണ്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, എല്ലാം അടങ്ങിപ്പോവും. പിന്നെ എന്നെ അസാന്നിധ്യം കൊണ്ട് കുടുംബത്തിന് കുഴപ്പമൊന്നുമില്ല. കുട്ടികളുടെ കാര്യം വൈഫ് നോക്കും, അവരുടെ വിദ്യാഭ്യാസം വൈഫാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷി കാര്യങ്ങളൊക്കെ നോക്കാൻ അന്വേഷിക്കാനും കാര്യങ്ങളും എല്ലാം വൈഫുണ്ട്. കുടുംബകാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്യും. ഈ മനസ്സാറിനെ പറ്റി പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വലിയ സന്തോഷം വരുമ്പോഴും വലിയ രീതിയിൽ സന്തോഷിക്കും. ഇപ്പൊ ഒരു മരണ വീട്ടിൽ ചെന്നാൽ അവിടുത്തെ ഒരു ദുഃഖം അത് മനസ്സിലേക്ക് വന്ന് മനസ്സാറിന്റെ മുഖത്തും അത് പ്രതിഫലിക്കും എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞോളൂ, എനിക്ക് ഈ ശോകാത്മകമായ സിനിമയെ എനിക്ക് ഇഷ്ടമുള്ളൂ. ശോകാത്മകമായ പാട്ടുകളെ എനിക്ക് ഇഷ്ടമുള്ളൂ. എന്താണ് ഈ ശോകാത്മകമായ ഒരു അന്തരീക്ഷം നമ്മളെ വിശുദ്ധീകരിക്കും എന്നുള്ളതാണ് തോന്നുന്നു. വിശുദ്ധീകരിക്കും. പിന്നെ എന്തെങ്കിലും ശോകാത്മകമായ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാനും കരഞ്ഞു പോകും. നാടകമൊന്നും അതിനകത്തില്ല. ഒരു സിനിമയിലാണെങ്കിൽ ഒരു ശോകാത്മകമായ രംഗം കണ്ടാൽ ഞാൻ തന്നെത്താൻ കരയും. സിനിമാ തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് ഒരു ട്രാജിക് ഒരു സിനിമ വലിയ ശോകാത്മകമായ ഇതുണ്ടെങ്കിൽ കരയും. അപ്പൊ എന്റെ വൈഫ് അടുത്തിരുന്നോണ്ട് സിനിമയ്ക്ക് കരയാണോ അപ്പൊ എന്റെ പ്രകൃതാണ് എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ, സുഹൃത്തുക്കൾ, നമുക്ക് കുടുംബബന്ധം രക്തബന്ധം മാത്രമല്ലല്ലോ. രാഷ്ട്രീയത്തിലെല്ലാം പ്രവർത്തകരും നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ്. നമ്മുടെ പ്രവർത്തകരും നാട്ടുകാരെല്ലാം. അപ്പം ഏത് വീട്ടിലായാലും ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരംഗം മരിച്ചതുപോലെയുള്ള ഒരു ചിന്തയാണ് എനിക്ക്. നമ്മുടെ ഒരു സഹോദരൻ മരിച്ചു, ആ കുടുംബത്തിലെ ആളുകൾക്ക് എത്രയോ വിഷമം. ആ വിഷമത്തിൽ ഞാനും കൂടെ ലയിച്ചു ചേരുന്നു സ്വാഭാവികമായി. അതിനകത്തൊരു പ്രത്യേകതയൊന്നുമില്ല. അതിനകത്ത് ഒരു നാടകമോ നടനമോ കാപട്യമൊന്നും അതിനകത്തില്ല. സ്വാഭാവികമായി എന്റെ ഒരു രീതിയിൽ ഞാൻ സ്വാഭാവികമായി അവരിലേക്ക് ലയിക്കുന്നു. സന്തോഷത്തിൽ പങ്കുവരും. അവർക്ക് സന്തോഷമാണെങ്കിൽ സന്തോഷം പകരം നടക്കും, അതിൽ പങ്കുകൊള്ളും. അവർക്ക് ദുഃഖമാണെങ്കിൽ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. സ്വാഭാവികമായി എന്റെ ഒരു സ്വഭാവ രീതിയാണ്. ഞാൻ ആ രീതിയിലാണ് വളർന്നത്. അത് ഇന്ന് എപ്പോഴും ഞാനങ്ങനെ. ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മനസ്സാറിന് സമയം കിട്ടുമ്പോഴൊക്കെ പിന്നെ പുറത്തിറങ്ങിയ ഒരു സിനിമയ്ക്ക് പോവുക, അതല്ലെങ്കിൽ കുടുംബവുമായി ഒരു സമയം ഒത്തൊരുമിച്ച് ചെലവഴിക്കുക, അങ്ങനെയൊക്കെ പോകാറുണ്ടോ? സമയം കണ്ടെത്താറുണ്ടോ? കണ്ടെത്തും. എപ്പോഴുമില്ല. ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമെങ്കിലും കുടുംബമായിട്ട് വൈഫുമായിട്ട് എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകും, ടൂറിന് പോകും, എവിടെ പോയെങ്കിലും പോയി താമസിക്കും. അങ്ങനെയൊക്കെ. ഈ സിനിമ അടുത്ത ഏതെങ്കിലും കണ്ട സിനിമ ഓർമ്മ വരുന്നുണ്ടോ? അടുത്ത കാലത്ത് ഞാനിപ്പോ പേരൊന്നും ഓർത്തിരിക്കാറില്ല. അല്ല, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തീം? ഞാനല്ല, പേരെല്ലാം മറന്നുപോയത്. അതുപോലെ തന്നെ ഈ മനസ്സാറ് പിന്നെ വലിയ തോതിൽ സിഗരറ്റ് വലിച്ചിരുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നീട് മാറി മനസ്സാറ് ആ ദുശീലത്തിൽ നിന്ന് പിന്മാറി. അതുപോലെ ഈ മനസ്സാറിന്റെ ശീലങ്ങളിൽ ഒന്നാണ് വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിറങ്ങുക. അത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം നോക്കിയാലും ഒരേപോലെ ഇരിക്കണം. അതിൽ ചില നിർബന്ധങ്ങളുണ്ട്. ഇങ്ങനെ ചില ശീലങ്ങളും ദുശീലങ്ങളും അത് വേറെ എന്തൊക്കെയാ ഉള്ളത് മനസ്സാറിന്? ഇനി ദുശീലമല്ലോ, നല്ലോണം ഡ്രസ് ചെയ്യുന്ന ദുശീലം. അല്ല, ഈ സിഗരറ്റ് വലി എന്നുള്ളത്? സിഗരറ്റ് വലി അതങ്ങനെ പറഞ്ഞു, വേറൊന്നുമില്ല. ഉണ്ടായിരുന്ന ദുശീലം എന്നുള്ള സിഗരറ്റ് വലിയായിരുന്നു. ആ സിഗരറ്റ് വലി ഞാൻ ഉപേക്ഷിച്ച ചരിത്രമൊക്കെ എല്ലാവർക്കും വന്നിട്ടുള്ളതാണ്. എത്രയോ പരീക്ഷണങ്ങൾ സിഗരറ്റ് ഇങ്ങനെ വലിച്ചെറിയും. കാർ ചെയ്ത് അവസാനത്തെ സിഗരറ്റ് പിന്നെയും വലിയും. തീവണ്ടിയത് വലിച്ചെറിയും. അവസാനത്തെ കോവളത്തിരുന്നുകൊണ്ട് ഇനി വലിക്കുകയില്ല, ഒന്ന് വലിച്ചു കടലിലേക്ക് വലിച്ചെറിയും, പിന്നെയും വലിക്കും. റോമിൽ ചെന്നിട്ട് സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു ഇതിന്റെ അവസാനത്തെ സിഗരറ്റ് സിഗരറ്റ് പാക്കറ്റും അവിടെ വെച്ചു. അവിടെ പള്ളിയുടെ അവിടെ പുറത്ത്, സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ പുറത്ത് ഭിത്തിയിൽ വെച്ച് ചെയ്യാൻ ഇനിയും വലിക്കുന്നു. പക്ഷെ അതൊക്കെ ലംഘിച്ചു പോയി ഞാൻ. അവസാനം വന്നത് എന്റെ മകളുടെ ആദ്യത്തെ പ്രസവത്തിൽ. മകൾക്കൊരു കോംപ്ലിക്കേഷൻ പ്രസവ സന്ദർഭത്തിൽ വന്നു. ഞങ്ങൾക്കെല്ലാം വലിയ ഭയപ്പാട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കരഞ്ഞു, അയ്യോ രക്ഷിക്കണമേ, ഒരു ആപത്തും വരത്തതേ എല്ലാവരും.
അപ്പൊ ആ സന്ദർഭത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു സാക്രിഫൈസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ഞാൻ ഉപേക്ഷിക്കുക. ആ നിലയ്ക്ക് സിഗരറ്റ് വലിയ ഉപേക്ഷിച്ചു. അതാണ് ശാശ്വതമായി. അങ്ങനെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മാണി സാറിന് എല്ലാവിധ ജന്മദിന ആശംസകളും മീഡിയ വൺ നേരുന്നു.